സുചേട്ടാ നമസ്കാരം. നമസ്കാരം. കഴിഞ്ഞ 72 മണിക്കൂറായി നമ്മുടെ രാജ്യത്ത് നടക്കുന്ന സംഭവ വികാസങ്ങളെല്ലാം നമ്മൾ ചർച്ച ചെയ്ത് വരികയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തു, കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തു. പ്രധാനമന്ത്രിയുടെ യോഗം, അജിത് ഡോവലിന്റെ സെക്യൂരിറ്റി യോഗം, രാജ്നാഥ് സിംഗിന്റെ യോഗം ചർച്ച ചെയ്തു. അതിനിടയിൽ നമ്മുടെ 4 വിമാനത്താവളങ്ങൾ അടച്ചത് ചർച്ച ചെയ്തു. പാകിസ്ഥാൻ നമ്മുടെ വിമാനത്തിന് നേരെ ആക്രമണം അഴിച്ചുവിട്ടത് നമ്മൾ ചർച്ച ചെയ്തു. കഴിഞ്ഞ ദിവസം നമ്മുടെ കരസേനാ മേധാവിയുടെ പ്രസ്താവന ചർച്ച ചെയ്തു. വ്യോമസേനാ മേധാവി അമൃത്സറിൽ സുവർണക്ഷേത്രത്തിൽ പോയത് നമ്മൾ ചർച്ച ചെയ്തു. അപ്പൊ ഇതെല്ലാം ചർച്ച ചെയ്യുമ്പോഴും നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ട്, അതായത് ഇത് പല ഒരേ സമയത്ത് പല ഇടങ്ങളിൽ നടന്ന കാര്യമാണ്. പക്ഷെ ഇതെല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു കോൺസ്പിറസിയാണ് ഇപ്പോൾ പല ആൾക്കാരും പറയുന്നത്. മാധ്യമങ്ങളായാലും അങ്ങനെ തന്നെ, രാജ്യത്ത് എന്തോ സംഭവിക്കാൻ പോകുന്നു എന്നുള്ള രീതിയിൽ. പക്ഷെ ഇപ്പോൾ അതിനെല്ലാം വിരാമമായിരിക്കുന്നു. എന്തിനാണ് ഇന്ത്യ ഇതൊക്കെ ചെയ്യുന്നത്, ദ്രുതഗതിയിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നത്? അതിന്റെ ഇടയിൽ കൂടെ നമുക്ക് ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒറ്റ ദിവസം ഇന്ത്യക്ക് 3 മാരകമായിട്ടുള്ള കപ്പലുകൾ ലഭിച്ചിട്ടുണ്ട്, ബ്രഹ്മോസ് ഘടിപ്പിച്ചത് എന്നുള്ള ഒരു റിപ്പോർട്ട് കൂടെ പുറത്തു വരുന്നുണ്ട്. അതിലൊരു കപ്പൽ സർവേയാണ്, നമ്മൾ പറഞ്ഞില്ല, ഇതിൽ പറഞ്ഞു പോയെന്നേ ഉള്ളൂ. അപ്പൊ കഴിഞ്ഞ ദിവസം രാജ്നാഥ് സിംഗ് തിരുവനന്തപുരത്ത് വന്നപ്പോൾ അദ്ദേഹം വലിയൊരു പ്രസ്താവന നടത്തിയിട്ടുണ്ട്. പാകിസ്ഥാനുമായിട്ട് ബന്ധപ്പെട്ടാണ് ആ പ്രസ്താവന നടത്തിയിരിക്കുന്നത്. പാകിസ്ഥാനുമായി ഏത് നിമിഷവും ഒരു യുദ്ധത്തിന് നമ്മൾ റെഡിയാണ് എന്ന് പറഞ്ഞാൽ ഉണ്ടാകുമെന്ന രീതിയിലാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതും ഈ സാഹചര്യത്തിൽ, ഈ വെസ്റ്റ് ഏഷ്യ കലുഷിതമായി നിൽക്കുന്ന ഈ സാഹചര്യത്തിലാണ് രാജ്നാഥ് സിംഗ് ഈ പ്രസ്താവന ഇറക്കുന്നത് എന്ന് നമ്മൾ വളരെയധികം സൂക്ഷ്മമായി നിരീക്ഷിക്കേണ്ട കാര്യമാണ്. പാകിസ്ഥാൻ ഇപ്പോ ബിജുചേട്ടൻ പറഞ്ഞൊരു കാര്യം എന്റെ മൈൻഡിൽ കിടപ്പുണ്ട്. അതായത്, ഒരു രാജ്യത്തെ ഭരണാധികാരികൾക്ക് ആ രാജ്യത്തെ ജനങ്ങളെ നേരിടാൻ കഴിവില്ലെങ്കിൽ അവരെ ഉടനെ കൊണ്ടുവരുന്ന ഒരു തന്ത്രമാണ് യുദ്ധം എന്ന് പറയുന്നത്. കാരണം അവരുടെ ശ്രദ്ധ തിരിച്ചുവിടാമല്ലോ. ഇന്ന് പാകിസ്ഥാനിൽ നിന്ന് വരുന്ന വാർത്തകൾ എന്ന് പറഞ്ഞാൽ അത്തരത്തിലുള്ള വാർത്തകളാണ്. പാകിസ്ഥാനിൽ കലാപം നടക്കുകയാണ്, POKയിൽ കലാപം നടക്കാൻ പോവുകയാണ്. പാകിസ്ഥാനിൽ ഒരു ഇന്ധന ബോംബ് പൊട്ടി എന്നാണ് റിപ്പോർട്ട് പുറത്തു വരുന്നത്. പാകിസ്ഥാനിൽ കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തപ്പോൾ 342 രൂപയാണ് പെട്രോളിന്റെ വിലയെങ്കിൽ ഇന്നത് 600 രൂപയോട് അടുക്കുന്നു. 1 ലിറ്റർ പെട്രോളിന് പാകിസ്ഥാനിൽ വില 600 രൂപയാണ്. എനിക്ക് ഓർമ്മ വരുന്നത് എന്താ അറിയോ ബിജുചേട്ടാ, ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വന്നപ്പോൾ ക്രൂഡ് ഓയിലിന് വില കുറഞ്ഞപ്പോൾ ഇവിടെയുള്ള ആൾക്കാർ അതാ പാകിസ്ഥാനിലേക്ക് നോക്കൂ, ക്രൂഡ് ഓയിലിന് വില കുറഞ്ഞപ്പോൾ പാകിസ്ഥാൻ ക്രൂഡ് ഓയിൽ വില കുറച്ച് കൊടുക്കുന്നത് കണ്ടില്ലേ, അതാണ് സുന്ദരമായിട്ടുള്ള രാജ്യം എന്ന് പറഞ്ഞ് ഇവിടെയുള്ള നരേന്ദ്രമോദിയെ കളിയാക്കി. പക്ഷെ നരേന്ദ്രമോദി എന്ത് ചെയ്തു? ക്രൂഡ് ഓയിലിന് വില കുറഞ്ഞപ്പോഴും ഇവിടെയുള്ള ഇന്ധനത്തിന്റെ വില കുറയ്ക്കാതെ അതിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങളൊക്കെ എടുത്ത് നമുക്ക് വേണ്ടി പാലങ്ങളും നമുക്ക് വേണ്ടി ഇൻഫ്രാസ്ട്രക്ചർ എല്ലാം പണിതുകൊണ്ടിരുന്നു. പോരാത്തതിന് പെട്രോൾ വാങ്ങിച്ച് ശേഖരിച്ചും വെച്ചു. അതാണ് അതിന്റെ ഒരു സുഖശീതള ഇതാണ് നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ പാകിസ്ഥാനിലേക്ക് നോക്കി, ഇവർ പോയിരുന്ന പാകിസ്ഥാൻ ഇപ്പോൾ മുച്ചൂടും മുടിഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ ജനങ്ങൾ തെരുവിലേക്ക് ഇറങ്ങി ഷഹബാസ് ഷെരീഫിനെ കൈകാര്യം ചെയ്യാതിരിക്കണമെങ്കിൽ അവർക്കൊരു യുദ്ധം അനിവാര്യമായി വന്നിരിക്കുന്നു എന്ന രീതിയിലാണ് ഞാൻ ഇതിനെ മനസ്സിലാക്കുന്നത്. എന്താണ് രാജ്നാഥ് സിംഗ് പറഞ്ഞതിന്റെ അതിൽ അന്തർലീനമായിരിക്കുന്ന ഒരു സാഹചര്യം എന്താണ്? കഴിഞ്ഞ 2 ദിവസമായിട്ട് നമ്മളടക്കം വളരെ ചുരുക്കം ചില മാധ്യമങ്ങളും ചില സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളും വളരെ സജീവമായി ചർച്ച ചെയ്തൊരു വിഷയത്തിന് വിരാമമായിരിക്കുന്നു. അഭ്യൂഹങ്ങൾക്ക് വിരാമം എന്ന് തന്നെ പറയേണ്ടി വരും. നമ്മളത് കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഒരുപക്ഷെ 2-3 ദിവസത്തിനുള്ളിലൊക്കെ നമുക്ക് അറിയാൻ കഴിയുമായിരിക്കും എന്തിനാണ് ഇത്തരം ധൃതി പിടിച്ചുള്ള വലിയ രീതിയിലുള്ള യോഗങ്ങൾ നടക്കുന്നത്. രാജ്യത്തിന്റെ സുരക്ഷാ കമ്മിറ്റിയുടെയും മറ്റുമൊക്കെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവിന്റെ നേതൃത്വത്തിൽ കമ്മിറ്റി നടക്കുന്നു, സേനാ മേധാവികളുടെ യോഗം നടക്കുന്നു, മുഖ്യമന്ത്രിമാരുടെ അടിയന്തര യോഗം. എന്തിനാണ് ഇത് വലിയ സജ്ജീകരണം ഇന്ത്യ നടത്തുന്നത് എന്നുള്ള ഒരു വലിയ ചോദ്യമായിരുന്നു. അതിന് ഉത്തരം വന്നിരിക്കുന്നു. കഴിഞ്ഞ ദിവസം കേരളത്തിലെത്തിയ ശ്രീമാൻ രാജ്നാഥ് സിംഗ്, അദ്ദേഹം നമ്മുടെ പ്രതിരോധ മന്ത്രിയാണ്, അദ്ദേഹം പറഞ്ഞത് പാകിസ്ഥാൻ ഒരു ആക്രമണത്തിന് തയ്യാറെടുക്കുന്നു, ഇത്തവണ നമ്മൾ ഓപ്പറേഷൻ സിന്ദൂർ ആയിരിക്കില്ല, അവരെ പൂർണ്ണമായി തന്നെ ഈ ഭൂമുഖത്ത് നിന്ന് ഇല്ലാതാക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിന് കാരണങ്ങളുണ്ട്. കഴിഞ്ഞ കുറെ ദിവസമായിട്ട് ധനുഷ്, പാകിസ്ഥാനിലെ മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും അടക്കം വലിയ രീതിയിൽ ഒരു പ്രൊപ്പഗൻഡ ന്യൂസ് അവര് വരുന്നുണ്ട്. അതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഇന്ത്യ യുദ്ധത്തിന് തയ്യാറെടുക്കുന്നു. അവരുടെ മാധ്യമങ്ങൾ കൊടുക്കുന്ന വാർത്തയാണിത്. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഈ മാധ്യമങ്ങളെല്ലാം ഡോൺ അടക്കം, ഡോൺ എന്ന് പറഞ്ഞാൽ അവരുടെ മെയിൻ മാധ്യമമാണ്, അവരുടെ മലയാളം. അതെ, ഇതിനെ നമ്മുടെ സർക്കാർ കാണുന്നത് അവിടുത്തെ ഇന്റലിജൻസ് സംവിധാനങ്ങൾ ISI കൃത്യമായി തന്നെ ഈ മാധ്യമങ്ങളെ സോഷ്യൽ മീഡിയയിൽ ഒരേപോലെ കൈകാര്യം ചെയ്തു. ഒരേ രീതിയിലുള്ള വാർത്തകളാണ് ഇത് വരുന്നത്. അവർ പറയുന്നു ഇന്ത്യ മിസൈലുകൾ വിന്യസിക്കുന്നു, ഇന്ത്യ റഷ്യയിൽ നിന്ന് കൂടുതൽ S-400 വാങ്ങുന്നു. ശരിയാണ്, ഉടനെ നമ്മൾ വാങ്ങുന്നുണ്ട്, നമ്മുടെ ഒരു സംഘം റഷ്യയിൽ എത്തിയിട്ടുമുണ്ട്, വാങ്ങുന്നു, നമ്മൾ അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു, വലിയ രീതിയിൽ തന്നെ മുന്നൊരുക്കം നടത്തുന്നു, പടയൊരുക്കം നടത്തുന്നു. ഏത് നിമിഷവും ഇന്ത്യ പാകിസ്ഥാനെ ആക്രമിച്ചേക്കാം. ഇവിടെ ശ്രദ്ധേയമായ കാര്യമുണ്ട്. ഈ ഏപ്രിൽ മാസം എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല. ഈ ഏപ്രിൽ മാസത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് പഹൽഗാമിന്റെ 1ാം വാർഷികമാണ്. ഈ പഹൽഗാം നടക്കുന്ന അതിന് തൊട്ടു മുമ്പും ഇവർ ഇതേപോലത്തെ ഒരു പ്രൊപ്പഗണ്ട പാകിസ്ഥാനിലെ മാധ്യമങ്ങൾ അടിച്ചിറക്കിയിരുന്നു, ഇന്ത്യ ആക്രമിക്കാൻ പോകുന്നു. അതിനുശേഷമാണ് ഇവർ പഹൽഗാമിൽ ഈ ആക്രമണം നടത്തിയത്. ഇന്നലെ ദില്ലിയിൽ RDX ഭീകരരെ പിടിച്ച് അടക്കിയിരുന്നു. ഇതാണ് ഇപ്പോൾ നടക്കുന്നത്. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് പാകിസ്ഥാനിലെ മാധ്യമങ്ങൾ ഇന്ത്യ ആക്രമിക്കുക, അപ്പം ഇന്ത്യ ആക്രമിക്കാൻ പോകുന്ന ഒരു ഭീതി പാകിസ്ഥാൻ ജനങ്ങൾക്കിടയിൽ വരുത്തുകയും ഇന്ത്യക്കെതിരെ ഭീകരാക്രമണമോ മറ്റു തരത്തിലോ ഒരു നീക്കം നടത്താനോ പാകിസ്ഥാൻ ശ്രമിക്കുന്നുണ്ട്. അതിന് ഒരു കാരണമുണ്ട്. അതിന്റെ കാരണമായിട്ട് പറയുന്നത്, ഇപ്പൊ നിലവിൽ ഗൾഫ് യുദ്ധം അല്ലെങ്കിൽ ഈ ഇറാൻ യുദ്ധം ഒരു വലിയ യുദ്ധമായി തന്നെ മാറുന്നു.
ഈ യുദ്ധത്തിൽ സൗദി പങ്കെടുക്കുന്നുണ്ട്. സൗദി പങ്കെടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അവർ മുന്നണി പോരാളികളായി അമേരിക്കയോടൊപ്പം കൈകോർത്ത് ഇറാനെതിരെ പോരാടും എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ ഇനി എല്ലാ ഗൾഫ് രാജ്യങ്ങളും ഇറങ്ങും. ട്രംപ് പറഞ്ഞു കഴിഞ്ഞല്ലോ, നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ യുദ്ധം ചെയ്യുന്നത്, അതുകൊണ്ട് ഇറങ്ങണം. അപ്പൊ പുള്ളി എല്ലാവരെയും വിളിച്ചോണ്ടിരിക്കുക, ബാടാ നമുക്ക് എല്ലാം കൂടെ ഒന്നിച്ച് അടിക്കുക എന്ന് പറയുന്ന ഒരു അവസ്ഥയിലാണ്. അപ്പോൾ സൗദി വരുന്നുണ്ട്. ഈ സൗദി വരുമ്പോൾ പ്രശ്നം എന്ന് വെച്ചാൽ, ഈ അടുത്ത കാലത്ത് സൗദി അറേബ്യയും പാകിസ്ഥാനും ഒരു അറബ് നാറ്റോ സഖ്യം ഒപ്പുവെച്ചിരുന്നു. ഇതനുസരിച്ചിട്ട് തന്നെ സൗദി യുദ്ധത്തിൽ പങ്കെടുത്താൽ സ്വാഭാവികമായി തന്നെ പാകിസ്ഥാനുമായി യുദ്ധത്തിൽ പങ്കെടുക്കണം. പാകിസ്ഥാന് പങ്കെടുക്കാൻ കഴിയില്ല. കാരണം 20% ഷിയകൾ ഉള്ള ഒരു രാജ്യമാണ് പാകിസ്ഥാൻ. ഇറാനുമായി അത്യാവശ്യം നല്ല ബന്ധമുള്ള രാജ്യമാണ് പാകിസ്ഥാൻ. ആ രാജ്യം ഇസ്രയേലിനോടൊപ്പം നിന്നുകൊണ്ട് ഇറാനെതിരെ യുദ്ധം ചെയ്യുന്നതെന്ന് ആലോചിച്ച് നോക്കൂ. സൗദി പിന്നെ ഓൾറെഡി അമേരിക്കയുടെ സഖ്യകക്ഷിയാണ്. അപ്പൊ ഈ അറബ് നാറ്റോ പ്രകാരം യുദ്ധം ചെയ്യാതിരിക്കാൻ കഴിയില്ല. അതിന്റെ ഭാഗമായിട്ടാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അഫ്ഗാനിസ്ഥാനിൽ കൊണ്ട് ഒരു ബോംബിട്ടു. ഒരു പ്രകോപനവും ഇല്ലാതെ വെടിനിർത്തൽ കരാർ, ഈ റംസാൻ ഇത് പെരുന്നാൾ പ്രമാണിച്ച് അവധിയായിരുന്നു, വെടിനിർത്തൽ വന്നതാ. അതിന്റെ പിറ്റേ ദിവസം കൊണ്ടിട്ട് ഇവർ ബോംബിട്ടു. അപ്പോൾ തന്നെ എല്ലാവരും ലോകം ചിന്തിച്ചത്, ഒരു കാര്യമില്ല, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ യുദ്ധത്തിലാണ്, ഞങ്ങളും അഫ്ഗാനിസ്ഥാനും നമ്മൾ യുദ്ധത്തിലാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് വേറൊരു യുദ്ധമുഖത്തേക്ക് പോകാൻ കഴിയില്ല. സ്വാഭാവികമായി ഇന്ത്യയുമായി ഒരു ചെറിയ പോരാട്ടത്തിലാണെങ്കിൽ പാകിസ്ഥാന് പറയാമല്ലോ, അയ്യോ സൗദി അറേബ്യ ഞങ്ങൾക്ക് വരാൻ കഴിയില്ല, ഞങ്ങളിപ്പോൾ ഇന്ത്യയുമായി വലിയ യുദ്ധത്തിലാണ്, ഇല്ലെങ്കിൽ ഈ ഒരു പ്ലാനാണ് ഇവിടെ നടപ്പാക്കാൻ പോകുന്നത് എന്നാണ് രാജ്നാഥ് സിംഗ് പറഞ്ഞതിന്റെ അർത്ഥം. അത് തന്നെയല്ല, ദേശീയ മാധ്യമങ്ങളൊക്കെ അത്തരത്തിൽ തന്നെയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതായത് പാകിസ്ഥാൻ ഇന്ത്യയെ അതിന് ധനുഷ് പറഞ്ഞൊരു കാരണം കൂടിയുണ്ട്. അവിടെ ആഭ്യന്തര വലിയ കലാപം നടക്കുന്നു, ഒപ്പം തന്നെ പാകിസ്ഥാൻ ഒരു നിലപാടുമില്ലാതെ ഉയർന്നിരിക്കുന്ന അവസ്ഥ. ഈ അവസ്ഥയിൽ അവർക്കിപ്പോൾ നിർണായകമായ ഒരു ഘട്ടമാണ് പാകിസ്ഥാനെ സംബന്ധിച്ച്. അവർക്കിപ്പോൾ ഒന്നുകിൽ ഈ യുദ്ധത്തിൽ പങ്കെടുത്തേ പറ്റൂ. ഒരുപക്ഷെ അമേരിക്ക ഇവരുടെ വ്യോമത്താവളങ്ങളോ ഇല്ലെങ്കിൽ കരയുദ്ധത്തിന് ഇവരുടെ ഭൂമി തന്നെ ചിലപ്പോൾ യൂസ് ചെയ്തേക്കാം. കാരണം 900 കിലോമീറ്റർ ഇറാനുമായി അതിർത്തി പങ്കിടുന്നതാണ് പാകിസ്ഥാൻ. ഈ ഭൂമി തന്നെ അപ്പൊ അതിനു മുമ്പ് ഞങ്ങൾ എൻഗേജ്ഡ് ആണ്, ഞങ്ങൾ ബിസിയാണ് എന്ന് കാണിച്ചാൽ കുഴപ്പമില്ലല്ലോ. ധനുഷ് എന്നേക്കാളും സഹായത്തിന് വിളിക്കുമ്പോൾ ഞാൻ ധനുഷ് ഞാൻ വേറൊരു വലിയ പണിയിലായി പോയല്ലോ, എന്ത് ചെയ്യാം എന്ന് പറയുന്നത് പോലത്തെ കാര്യമേ ഉള്ളൂ. ഞാൻ ഫ്രീ ആണെങ്കിൽ ധനുഷ് വിളിക്കുമ്പോൾ ഓടി വരണമല്ലോ, ഇല്ലെങ്കിൽ നമ്മളുള്ള കരാർ അനുസരിച്ചിട്ട് ഞാൻ വന്ന് ധനുഷ് രക്ഷിക്കണം. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ മറ്റൊരു വലിയ പണി കിട്ടി കിടക്കുകയാണ്, അപ്പൊ ഞാനിത് എങ്ങനെ വരും എന്ന്. ഇതിന്റെ മെത്തേഡ് അനുസരിച്ചാണ് ഇവർ അഫ്ഗാനിസ്ഥാനിൽ ഇത് ചെയ്തിരിക്കുന്നത്. പക്ഷേ അഫ്ഗാനിസ്ഥാനിൽ അവർ ചെയ്തതുപോലെ അഫ്ഗാനിസ്ഥാൻ പ്രതികരിച്ചില്ല. കാരണം അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും തമ്മിലുള്ള ഈ സംഘർഷം കുറയ്ക്കാൻ ഇപ്പൊ ചൈന ഇടപെട്ടുണ്ട്. ഒരുപക്ഷെ ചൈനയുടെയും ഇന്ത്യയുടെയും ഒക്കെ ഒരു ഉപദേശത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അഫ്ഗാനിസ്ഥാൻ വലിയ അടിക്ക് നിന്നില്ല. കാരണം അഫ്ഗാനിസ്ഥാന് കാര്യം മനസ്സിലായി, ഞങ്ങളെ ആക്രമിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്, അവന്മാർ വിളിക്കുമ്പോൾ പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, അതായത് സൗദി വിളിക്കുമ്പോൾ പോകാതിരിക്കാനാണ് ഇപ്പോൾ ഈ കാണിക്കുന്നത് തന്ത്രം. പക്ഷെ ഇന്ത്യയുടെ അടുത്ത് അങ്ങനെ ആയിരിക്കില്ല. അഫ്ഗാനിസ്ഥാൻ അല്ലല്ലോ ഇന്ത്യ. ഇന്ത്യയുടെ കഴിഞ്ഞ ദിവസമാണ് ഒരു ഭീകരനെ ദില്ലിയിൽ നിന്ന് പിടികൂടി RDX-ഉമായിട്ട്. ഈ ഭീകരവാദികളെ ജയ്ഷെ മുഹമ്മദിന്റെ ബംഗ്ലാദേശിലുള്ള ഭീകരവാദികളെ പിടികൂടിയത്. അപ്പോൾ ഇവിടെ ഒരു ഇറിറ്റേഷൻ, ഒരു പ്രശ്നം ഉണ്ടാക്കുക. ആ പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ഇന്ത്യ വെറുതെ ഇരിക്കില്ലെന്നാണ് ഇന്നലെ രാജ്നാഥ് സിംഗ് പറഞ്ഞത്. അപ്പൊ ഇതിൽ നിന്ന് ഒരു കാര്യം വളരെ വ്യക്തമായി, കഴിഞ്ഞ 2 ദിവസങ്ങൾ നമ്മൾ നടത്തിയ ചർച്ചകൾക്ക് ഒരു വിരാമമായിരിക്കുന്നു, ആ ഊഹാപോഹങ്ങൾക്ക് വിരാമമായിരിക്കുന്നു, ഒരു ക്ലാരിറ്റി കൈവന്നിരിക്കുന്നു. ഇന്ത്യ പാർട്ട് വാറിന് ഇന്ത്യ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ധൃതി പിടിച്ച് ഇപ്പോൾ S-400 വാങ്ങുന്നത് നമ്മൾ ഇന്നലെ ന്യൂസിന്റെ പറയണം കൊടുത്തിരുന്നു. നമ്മുടെ ഉദ്യോഗസ്ഥന്മാരൊക്കെ റഷ്യയിൽ എത്തിയിട്ടുണ്ട്. വളരെ വേഗം തന്നെ S-400 എത്തിക്കുക. ധൃതി പിടിച്ച് നമ്മൾ ഈ സജ്ജീകരണം വരുന്നു, എല്ലായിടത്തും ഇത് ചെയ്യുന്നു, എയർപോർട്ടുകൾ അടച്ചിടുന്നു. ഇതിന്റെയൊക്കെ ഭാഗം ഇതാണെന്ന് ഇപ്പോൾ ഒരു ക്ലാരിറ്റി വന്നിരിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഊഹാപോഹങ്ങൾ മാത്രമുള്ളായിരുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസം POK കുറിച്ചാണ് സംസാരിച്ചത്, സാധ്യതയുണ്ടെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അതിന് മുമ്പ് നമ്മൾ ഈ യോഗങ്ങളെ കുറിച്ച് വിശദമായി തന്നെ പറഞ്ഞിരുന്നു. നമ്മുടെ സേനാ മേധാവികൾ ക്ഷേത്രങ്ങളിലും മറ്റും പോകുന്നതിന്റെ വിശദമായ റിപ്പോർട്ട് നമ്മൾ നൽകിയിരുന്നു. ഇപ്പോൾ അതിനെല്ലാം ഇന്നലെ ശ്രീമാൻ രാജ്നാഥ് സിംഗ്, നമ്മുടെ പ്രതിരോധ മന്ത്രി, ഇന്നലെ അതിന് വ്യക്തത കൈവന്നിരിക്കുന്നു. ഇന്ത്യ പാക് വാറിനുള്ള സാധ്യത വളരെ കൂടുതലാണ്, പഴയതുപോലെയല്ല. അവർ ഏത് നിമിഷവും ഒരു കുസൃതി ഇല്ലെങ്കിൽ ഒരു കുത്സിത പ്രവർത്തനം അവർ നടത്താനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അത് ഞങ്ങൾ നോക്കി നിൽക്കില്ല എന്ന് പറയുന്നു. ഒപ്പം തന്നെ ഇന്നലെ നാവികസേനയുടെ തലവൻ പറഞ്ഞത്, ഞങ്ങൾ പാകിസ്ഥാന്റെ തൊട്ടടുത്ത് തന്നെ എല്ലാ സജ്ജീകരണങ്ങളോടും നിൽക്കുകയായിരുന്നു, അപ്പോഴേക്ക് അവർ കാല് പിടിച്ച് കരഞ്ഞത് കൊണ്ട് മാത്രമാണ്, ഇല്ലെങ്കിൽ എത്രയാണോ മിനിറ്റോടെ കഴിഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ അവരുടെ കറാച്ചി അടക്കം തകർത്തേനെ. ഞങ്ങൾ നോക്കുമ്പോൾ അവരവരുടെ ഷിപ്പുകൾ തന്നെ അവരുടെ തുറമുഖത്ത് നിന്ന് മാറ്റി എവിടെയോ കൊണ്ടിട്ടിരുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ എല്ലാ തരത്തിലും നമ്മൾ സജ്ജമായി കഴിഞ്ഞിരിക്കുന്നു എന്ന് തന്നെയാണ്. ഒരുപക്ഷെ പാകിസ്ഥാൻ കൈവിട്ട് കളിക്ക് നിൽക്കും. കാരണം അവരെ സംബന്ധിച്ച് ഇപ്പോൾ ഈ ഗൾഫ് വാറിൽ ഒരു നിർണായക നിലപാടിലേക്ക് നീങ്ങാൻ അവർക്ക് കഴിയാത്ത ഒരു സാഹചര്യം വരുമ്പോൾ അവർക്ക് പിന്നെ ചൊറിയാൻ ഇന്ത്യയുള്ളൂ. പക്ഷെ ചൊറിയാത്തത് എന്താ, പഴയതുപോലെ ചൊറിയാൻ പറ്റില്ല. ചൊറിയാതെ എന്താണ് ഈ ഭയന്ന് നിൽക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓപ്പറേഷൻ സിന്ദൂറിന്റെ ആ അടിയുടെ വേദന ഇപ്പോഴും മാറിയിട്ടില്ല. അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് ചൊറിഞ്ഞു കഴിഞ്ഞാൽ കിട്ടുന്നത് എങ്ങനെയാണെന്ന് പറയില്ല. അതാണ് രാജ്നാഥ് സിംഗ് പറഞ്ഞത്, പഴയതുപോലെ അല്ല, തരുന്നതിന് തീർത്താണ് തരുന്നതെന്ന് പറഞ്ഞു. അതിന് മുമ്പ് പറഞ്ഞത്, ഒരു യുദ്ധമുണ്ടായാൽ അതിന്റെ സൈന്യ മേധാവിയാണ് പറഞ്ഞത്, ഒരു 5 വർഷം വരെ ചിലപ്പോൾ നീണ്ടു നിന്നേക്കാം എന്ന്. കാരണം ഇനിയുള്ള യുദ്ധമൊന്നും പെട്ടെന്ന് ഓപ്പറേഷൻ സിന്ദൂർ ഒരു ഓപ്പറേഷൻ ആയിരുന്നത്, യുദ്ധം ആ രീതിയിലേക്കല്ലല്ലോ മാറുന്നത്. കാരണം ഈ ആയുധങ്ങളൊക്കെ അത്യാവശ്യം പാകിസ്ഥാന്റെ കയ്യിലുണ്ട്.
അപ്പൊ അതിന് നീണ്ടു നിൽക്കാനുള്ള സാഹചര്യം ഒരുപക്ഷെ ഉണ്ടായേക്കാം. കാരണം പാകിസ്ഥാനെ പിന്തുണച്ചുകൊണ്ട് മറ്റു രാജ്യങ്ങളുമൊക്കെ എത്തിയേക്കാം, രഹസ്യമായും പരസ്യമായും. അങ്ങനെയൊക്കെ നീണ്ടുപോകാൻ സാധ്യത. എന്തായാലും അത് പിന്നീടുള്ള കാര്യമാണ്. പക്ഷെ ഇങ്ങനെയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഈ യോഗങ്ങൾക്കൊക്കെ ഒരു അർത്ഥം ഉണ്ടായിരിക്കുന്നു, ഇല്ലെങ്കിൽ ആ യോഗങ്ങൾ നടന്നതിന് എന്താണ് കാരണം എന്നുള്ളത് ഇപ്പോൾ ശ്രീമാൻ രാജ്നാഥ് സിംഗ് പറഞ്ഞിരിക്കുന്നു.